ബഹുമാന്യനായ അധ്യക്ഷൻ പ്രൊവിൻഷ്യൽ കൂടിയായ ഫാദർ പൗലോസ് കിടങ്ങൻ, ഏറ്റവും പ്രിയങ്കരനായ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ റോജി എം ജോൺ, നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ലാലി മാത്യു, നമ്മുടെ ബഹുമാന്യനായ നഗരസഭ ചെയർപേഴ്സൺ ശ്രീ റാഷിദ്, ബഹുമാന്യനായ ഫാദർ അജീഷ് പുതുശ്ശേരി, ഫാദർ ഡോക്ടർ ജെയ്സൺ പോൾ, ഡോക്ടർ നീനു കുര്യാക്കോസ്, വിശിഷ്ടാതിഥികളെ, അധ്യാപകരെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് അപ്ലൈഡ് സയൻസ് നടക്കുന്ന ഈ നോളജ് സബ്മിറ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ രണ്ടാമതാണ് ഈ ഓഡിറ്റോറിയത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത്. 2 പ്രാവശ്യവും കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്യാൻ കിട്ടിയ ഒരു അവസരത്തെ ഞാൻ വളരെ സന്തോഷപൂർവ്വം കാണുന്നു. ഇതൊരു നോളജ് സബ്മിറ്റാണ്. ഇതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. നമ്മുടെ മനുഷ്യവംശത്തിൻ്റെ, ഹ്യൂമൻ കൈൻഡ് ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? നോളജാണ്. ഏറ്റവും വലിയ അസറ്റ് നോളജാണ്. ആ ഇൻ സെർച്ച് ഓഫ് നോളജ് ആയിരുന്നു മനുഷ്യവംശത്തിൻ്റെ തുടക്കം മുതൽ. ആ അറിവ് തേടിയുള്ള മനുഷ്യൻ്റെ അന്വേഷണമായിരുന്നു എല്ലാ കാലത്തും. അതിപ്പോഴും അനുസ്യൂതം തുടരുകയാണ്. ആ ഓരോ അറിവുകളും മനുഷ്യൻ കണ്ടെത്തി നേടിയെടുത്തിട്ടുള്ള ഓരോ അറിവുകളും മനുഷ്യനെയും മനുഷ്യവംശത്തെയും ഈ ലോകത്തെയും ആകെ മാറ്റി. നമ്മുടെ സമൂഹത്തെ മുഴുവൻ മാറ്റി, നമ്മുടെ ജീവിത രീതികളെ മാറ്റി, ലോകത്തെ മുഴുവൻ മാറ്റി, നമ്മുടെ ജീവിത നിലവാരത്തെ മുഴുവൻ മാറ്റിമറിച്ചു. അറിവാണ് ലോകത്തുണ്ടാക്കിയ എല്ലാ മാറ്റങ്ങളുടെയും അടിത്തറ. നോളജ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ അല്ല. ഇൻഫർമേഷൻ വളരെ വ്യത്യസ്തമാണ്, അറിവാണ്. നൗ ഇറ്റ് ഈസ് ദ ഇൻഫർമേഷൻ ഈസ് ഓൺ യുവർ ഫിംഗർ ടിപ്പ്, അല്ലേ? വിരൽ തുമ്പില്ല. ഞങ്ങൾക്കില്ലാത്തൊരവസരമാണ് നിങ്ങളുടെ ജനറേഷൻ. എൻ്റെ ഏജ് ഗ്രൂപ്പിൽ, നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിൽ ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പുതിയൊരു അറിവ് കിട്ടണമെങ്കിൽ ലൈബ്രറിയിൽ പോയി വായിക്കണം, അല്ലെങ്കിൽ അധ്യാപകരോട് ചോദിക്കണം, അല്ലെങ്കിൽ അറിവുള്ള ആളുകളുടെ പുറകെ നടക്കണം എന്താണെന്ന്. ഇപ്പം നിങ്ങൾക്ക് അത് വേണ്ട. നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ കിട്ടാൻ വളരെ എളുപ്പത്തിൽ, ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഫാക്ച്വൽ എറർ പറ്റിയാൽ നിങ്ങൾക്ക് അപ്പം തന്നെ പറയാതെ ഫാക്ച്വലി അത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് വിളിച്ചു പറയാൻ പറ്റാവുന്ന തരത്തിൽ അപ്ഡേറ്റഡാണ് ഇൻഫർമേഷൻ. പക്ഷെ ഇൻഫർമേഷന് അപ്പുറത്താണ് നോളജ് എന്ന് പറയുന്നത്. ആ നോളജ് എന്ന് പറയുന്നത് അതിനോട് ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ ക്രിയേറ്റീവ്, ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ ഉള്ളൊരു ക്രിയേറ്റീവായിട്ടുള്ള തിങ്കിങ്, മോർ ലേണിംഗ്, എന്നിട്ട് അതുമേലുള്ള അനാലിസിസ്, ഒരു ഫൈൻഡിങ്, അതാണ് നോളജിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതാണ് ഇന്നത്തെ വ്യത്യാസം. എന്താണ്? നമ്മുടെ കാലത്തും എല്ലാ കാലത്തും മനുഷ്യൻ്റെ എല്ലാ കാലഘട്ടത്തിലും ഈ അറിവുകൾ ഉണ്ടായിരുന്നു, പക്ഷെ വളരെ സ്ലോ ആയിട്ടാണ് വന്നിരുന്നത്. അതുപോലെ അല്ല ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ വളരെ വേഗത്തിലാണ്. അതുകൊണ്ടാണ് നോളജ് എക്സ്പ്ലോഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ലോകത്തെല്ലായിടത്തും, ലോകത്തെല്ലാ ഗവേഷണശാലകളിലും, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ, വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എല്ലാം ഓരോ സബ്ജക്റ്റിലും റിസർച്ച് നടക്കുകയാണ്. അവിടെ നിന്നെല്ലാം മിനിറ്റുകൾക്ക് ഇടയിൽ പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നോളജ് എക്സ്പ്ലോഷൻ. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടി പഠിച്ചു കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ചിലപ്പോൾ ആ പഠിച്ച കാര്യങ്ങൾ ഔട്ട്ഡേറ്റഡ് ആവുകയാണ്. അപ്പൊ നോളജ് അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നോളജ്. ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു, അല്ലെ? ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വന്നു, ബയോടെക്നോളജിയിൽ പുതിയ തലങ്ങൾ വന്നു, സ്പേസിലേക്കുള്ള അന്വേഷണം വേറെ വന്നു, റിന്യൂവബിൾ എനർജിക്ക് പുതിയ ഓപ്പണിങ്സ് ഉണ്ടായി. അപ്പൊ പുതിയ പുതിയ ബ്രാഞ്ചസ്. ഇപ്പൊ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ തന്നെ പുതിയ പുതിയ അന്വേഷണങ്ങൾ എല്ലാ സ്ഥലത്തും നടക്കുകയാണ്. പുതിയ പുതിയ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കമ്പ്യൂട്ടർ വന്നതാണ് നോളജിന്റെ കാലത്ത് ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയത്. അതിനേക്കാൾ എത്ര വലിയ മാറ്റമാണ്, എത്ര വലിയ ചേഞ്ചസ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുവരുന്നത്, ഇല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുവരുന്നത് അത്ഭുതകരമായ, വിസ്മയകരമായ മാറ്റങ്ങളാണ് ലോകത്തിലെ എല്ലാ ഫീൽഡിലും വരുത്തിക്കൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ,
ഹെൽത്ത് കെയറിന്റെ കാര്യത്തിൽ, അഗ്രികൾച്ചറിന്റെ കാര്യത്തിൽ, എല്ലായിടത്തും ഈ മാറ്റങ്ങൾ വരികയാണ്, ഈ പുതിയ വരികയാണ്. ഡേറ്റ കളക്ഷൻ, ഡേറ്റ അനാലിസിസ്, അതിനുശേഷമുള്ള ഫൈൻഡിങ്സ്, ഇതിനെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ആളുകൾ ടൂളായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമുണ്ട്, സിംഗുലാരിറ്റി ഈസ് നിയറർ എന്ന് പറയുന്ന റേ കുർസ്വെലിന്റെ പുസ്തകം. വളരെ രസകരമായ പുസ്തകമാണ്, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന പുസ്തകമാണ്, പുതിയ അറിവുകളാണ്. അതിൽ പറയുന്നത് ഈ ഡെക്കേഡിന്റെ അവസാനം ആകുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ഇന്റലിജൻസിന്റെ ഒപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്തുമെന്ന്. 4-5 വർഷം കഴിയുമ്പോൾ ഹ്യൂമൻ ഇന്റലിജൻസിനെ ബൈപ്പാസ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൂപ്പർ ഇന്റലിജന്റ് ആവുമെന്ന് പറയും. അപ്പൊ ഇതുവരെ മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ ഒരു ഹ്യൂമൻ ക്രിയേഷനും മനുഷ്യന്റെ ബുദ്ധിശക്തിയെ ബൈപ്പാസ് ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും? നമ്മുടെ കൺട്രോളിലാണ്. നമ്മൾ പറയും ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാതെ നമ്മൾ കണ്ടുപിടിച്ച ഒരു കാര്യവും തന്നെത്താൻ പ്രവർത്തിക്കില്ല. പക്ഷെ ഇത് വേണമെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിശക്തിയേക്കാൾ കൂടുതലുള്ള ഒരു കാര്യമായി ഇത് വരുന്നു. അപ്പൊ ഇതിനെങ്ങനെ പോസിറ്റീവായിട്ട് ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാമെന്നുള്ളത്, ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചാലഞ്ച്. മനുഷ്യവംശത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഇതിനെങ്ങനെ ഉപയോഗിക്കാം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മനുഷ്യന്റെ കുറെ ഗുണപരമായ വശങ്ങളുണ്ട്. നമുക്ക് എമ്പതി വേണം, വേണ്ടേ? നമുക്ക് മറ്റുള്ളവരോടുള്ള കാര്യങ്ങൾ, നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള തിങ്കിങ് ഉണ്ടാവണം. ഒരു നമ്മുടെ ഒരു അപ്രോച്ചിൽ, നമ്മുടെ ഒരു സ്വഭാവത്തിലൊക്കെ ഉണ്ടാകേണ്ട കാര്യങ്ങൾ, ഇതിനെ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ ഈ ഒരു ടെക്നോളജി ഒന്നും അനുവദിക്കരുത്. അത് വേറെ സ്ഥലത്ത് പോകണം. നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊട്ടൻഷ്യലിനെ അത് കൂടുതൽ മികവുറ്റതാക്കാൻ, കൂടുതൽ കുറ്റമറ്റതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നോളജിയെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ ഒരിക്കലും മാറ്റരുത്. ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു ദോസ് ഹു ലേൺ കണ്ടിന്യൂസ്ലി, തിങ്ക് ക്രിയേറ്റീവ്ലി ആൻഡ് ടു അഡാപ്റ്റ് ചേഞ്ച്. അതാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുക, നിരന്തരമായി ലൈഫ് ലോങ് ലേണിംഗ് ആണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. ലൈഫ് ലോങ് ലേണിംഗ് അതാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം അല്ലെങ്കിൽ നമ്മളിപ്പം, എന്റെ പ്രശ്നം എന്താ, ഞാനിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളും ഞാനും തമ്മിൽ, നിങ്ങളുടെ ജനറേഷൻ ഞാനും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം അതാണ്. ഞാൻ സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കുക, അതുകൊണ്ട് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവില്ലേ? ഇല്ലേ? അപ്പൊ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണ് പഠിക്കുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്ന വൊക്കാബുലറി എന്താണ് എന്നാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ, ഏറ്റവും ലേറ്റസ്റ്റ് ലേണിംഗ് നടത്തുന്ന ആളുകൾ നിങ്ങളാണ്. ശരിയല്ലേ? ഏറ്റവും നോളജ് അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങളാണ്. പുതിയ അറിവുകൾ നിങ്ങളുടെ അടുത്തേക്കാണ് ആദ്യമായി വരുന്നത്. അതാണ് ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുക. അത്ഭുതകരമായ രസകരമായ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ലോകത്തിലെ കർഷകർ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുകയാണ്. എന്തിനാ അവർ ഉപയോഗിക്കുന്നത്? അവര് സാറ്റലൈറ്റ് ഇത് വാച്ച് ചെയ്യും, ഒബ്സർവ് ചെയ്യും. എന്നിട്ട് വെതർ ഫോർകാസ്റ്റ്, എപ്പോഴാണ് മഴ വരാൻ പോകുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായി. പഴയത് കാലത്തുള്ള ഇൻഡിവിജ്വൽസ് നോളജ് അല്ല. ഇൻഡിവിജ്വൽസ് നോളജ് ആണെങ്കിൽ ജൂൺ 1-ാം തീയതി കൃത്യമായിട്ട് മഴ പെയ്യണ്ടേ. ഇപ്പൊ ഭയങ്കര മഴയായിരുന്നേനെ ഈ മാസം, അല്ലെങ്കിൽ ജൂലൈ. ക്ലൈമറ്റ് ചേഞ്ച് വന്നു, ഒരു എൽ നിനോ വന്നു. ആ ഒരു എൽ നിനോ വന്നതോടുകൂടി മഴയുടെ ലഭ്യത കുറഞ്ഞു, പവർ കട്ടായി. അപ്പൊ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറയണം, ക്ലൈമറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ. ഇതാണ് ക്ലൈമറ്റ് വരാൻ പോകുന്നത്, ക്ലൈമറ്റ്. അതിനൊരു സർജിക്കൽ പ്രിസിഷൻ ഉണ്ടാകണം. അപ്പൊ ഈ പുതിയ ടെക്നോളജി എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ കർഷകർ അത് ഉപയോഗിക്കും. കർഷകർ സോയിൽ ടെസ്റ്റ് നടത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ടൂളായിട്ട് ഉപയോഗിക്കും. അവര് മഴ വരാനുള്ള സാധ്യതയെ നോക്കും. എന്നിട്ട് അവരുടെ സീഡ്സ് അവർ പരിശോധിക്കും. ഏറ്റവും കൂടുതൽ ഉൽപാദനം നടത്താൻ പറ്റാവുന്ന ക്രിയേറ്റീവായിട്ടുള്ള സീഡ്സ് ആണെന്ന് നോക്കും. അപ്പൊ കർഷകർ അത് ഉപയോഗിച്ചു തുടങ്ങി. മനസ്സിലായില്ലേ? ഹെൽത്ത് കെയറിലാണ് ഏറ്റവും കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത്. കൃത്യമായ എന്താ പറയുന്നത്, ഡയഗ്നോസിസ് നടത്താൻ പറ്റും. കൃത്യമായ മരുന്നുകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ആസ് എ ടൂൾ. പുതിയ ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെ കമ്പനികൾ, അവർ പുതിയ മരുന്നുകൾ, ഡ്രഗ് പ്രോട്ടോകോളിന് വേണ്ടിയിട്ട് ഈ മരുന്നുകൾ എങ്ങനെയാണ് അതിന്റെ ക്ലിനിക്കൽ എക്സ്പെരിമെന്റ് നടത്താൻ
ഈ മരുന്ന് ഉപയോഗിച്ചാൽ എന്തായിരിക്കും? അതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയാണ് എല്ലാ രംഗത്തും, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉൾപ്പെടെ. ലോകത്തിലെ ഫ്ലൈറ്റ് മൂവ്മെന്റ്സ് കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൺട്രോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുഴുവനായി. എല്ലാ മൂവ്മെന്റ്സിന്റെ പാസഞ്ചർ മൂവ്മെന്റ്സ്. നമുക്കിപ്പോ കേരളത്തിൽ നമ്മൾ ഇരുന്നാൽ, കേരളത്തിലെ ഒരു സെന്ററിൽ ഇരുന്നാൽ കേരളത്തിലെ മുഴുവൻ വെഹിക്കിൾ മൂവ്മെന്റ് നമുക്ക് ഇവിടെ ഇരുന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അത് തിരുവനന്തപുരത്ത് കൂടി ഒരു വാഹനം പോകുന്നതും, നമുക്ക് കാസർഗോഡ് കൂടി വാഹനം പോകുന്നതും, വയനാടിലെ ചുരം കയറി ഒരു ലോറി പോകുന്നതും ഇവിടെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. അത്രമാത്രം ഇതിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളും ഗവേണൻസിൽ ഡേറ്റ ഡ്രിവൻ ഗവേണൻസ് എന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്തു. നോ അതർ ഓപ്ഷൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഞങ്ങൾ ഡാഷ്ബോർഡുകൾ സ്ഥാപിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ എന്താണ് നടക്കുന്നത്, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് നടക്കുന്നത്, വിവിധ കോളേജുകളിൽ ഏതെല്ലാം കോളേജുകളിൽ പുതിയ കോഴ്സുകൾ വന്നു, പുതിയ അക്കാഡമിക് പ്രോഗ്രാം. കോഴ്സ് എന്നല്ല ഇപ്പൊ പറയുന്നത്, കോഴ്സ് എന്ന് പറയുമ്പോൾ പിള്ളേർ കളിയാക്കും. അക്കാഡമിക് പ്രോഗ്രാംസ് എന്നാണ് പറയുന്നത്, അല്ലേ? അക്കാഡമിക് പ്രോഗ്രാംസ് പുതിയത് ഏതാണ് വന്നത്, പുതിയ കോഴ്സ് ഏതാണ് വരേണ്ടത്, ഞങ്ങൾ തന്നെ ഡിക്ലെയർ ചെയ്തു. എന്താണ്? ലോകത്തിൽ നേച്ചർ ഓഫ് ജോബ്സ് ഹാവ് ബീൻ ചേഞ്ചിങ് വെരി ഫാസ്റ്റ്. ജോലിയുടെ സ്വഭാവം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെ? ഒരു സുപ്രഭാതത്തിൽ ഈ ജോലി ഇല്ല, കാരണം അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടേക്ക് ഓവർ ചെയ്തു. വേറൊരു സ്ഥലത്ത് വേറൊരു ജോലി ഇതേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓപ്പൺ ചെയ്തു. അപ്പൊ ഞങ്ങൾ ചെയ്തത് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഉണ്ടാക്കി. എന്നിട്ട് എക്സ്പേർട്സിനെ വെച്ചുകൊണ്ട് ഒബ്സർവ് ചെയ്യാം. എന്തിനാ ഒബ്സർവ് ചെയ്യുന്നത്? പുതിയ ജോലി ഏതാണ്, നേച്ചർ ഓഫ് ജോബ് ഏതാണ്, അതനുസരിച്ചുള്ള അക്കാഡമിക് പ്രോഗ്രാംസ് ഇവിടെ കരിക്കുലം ചേഞ്ച് ചെയ്ത്. രാജഗിരിയിലൊക്കെ കോളേജിൽ ഇപ്പോ പഠിപ്പിക്കുന്ന കോഴ്സ് 3 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ കോഴ്സ് മാറ്റി അല്ലെങ്കിൽ അത് റീസ്ട്രക്ചർ ചെയ്ത് പുതിയ അക്കാഡമിക് പ്രോഗ്രാം വരും. പുതിയ അക്കാഡമിക് പ്രോഗ്രാം ഉണ്ടാവും. കാരണം ലോകത്തിൽ തൊഴിൽ രംഗം മാറുന്നതനുസരിച്ച് പിന്നെ സ്കില്ല് ഉണ്ടല്ലോ, അതിനെ റീസ്കിൽ ചെയ്യേണ്ടി വരും പുതിയ മാറ്റത്തിനനുസരിച്ച്. അത്ര വേഗതയിലാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതാണ് ചേഞ്ച്. ആ ചേഞ്ച് അതാണ് നോളജ്. അത് അറിവ് തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണമാണ്, മനുഷ്യന്റെ ആഗ്രഹമാണ് പുതിയ അറിവുകൾ നേടാൻ വേണ്ടിയിട്ടുള്ള. അത് ഇതുപോലുള്ളൊരു നോളജ് സബ്മിറ്റ് നടക്കുമ്പോൾ എക്സ്പേർട്ടുകൾ ഇവിടെ വരും. ഞങ്ങളാരും എക്സ്പേർട്ടുകളല്ല, എക്സ്പേർട്ടുകൾ ഇവിടെ വരും. അവരുമായി നിങ്ങൾ ഇന്ററാക്ട് ചെയ്ത് പുതിയ കാര്യങ്ങൾ, ലോകത്ത് നടക്കുന്ന പുതിയ സംഭവങ്ങൾ, പുതിയ മാറ്റങ്ങൾ, ഈ മാറ്റങ്ങൾ ലോകത്തെ എങ്ങനെ സ്വാധീനിക്കാൻ പോകുന്നു, മനുഷ്യ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കാൻ പോകുന്നു. ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാലമാണ്. അപ്പോൾ ആ വെതർ ഫോർകാസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇപ്പോ ഫോറസ്റ്റ് ഏരിയയിൽ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നു. അതിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ ഉപയോഗിക്കും? ഈ മൃഗങ്ങളുടെ മൂവ്മെന്റ്സ് ഇപ്പൊ ഞങ്ങൾ തുടങ്ങി, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ തുടങ്ങി മൃഗങ്ങളുടെ മൂവ്മെന്റ്സ് അറിയാൻ ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടെ സഹായത്തോടു കൂടിയുള്ള വേലികൾ സ്ഥാപിക്കുകയാണ്. അപ്പൊ മൃഗങ്ങൾ വരുമ്പോൾ അറിയാം, മൃഗങ്ങൾ വരുമ്പോൾ AI ഇൻഫോം ചെയ്യും. അപ്പൊ ഇവര് ശബ്ദം ഉണ്ടാക്കും. അരെ നമ്മൾ അവിടെ വച്ചിരിക്കുന്ന മെക്കാനിസം ശബ്ദം ഉണ്ടാക്കി ഇതിനെ ഓടിക്കും. നീ ശബ്ദം ഉണ്ടാക്കി ആദ്യം ലൈറ്റ് കൊണ്ട് കൊടുക്കും, ഭയങ്കര ഹെവി ലൈറ്റ് കൊടുക്കും. ലൈറ്റ് കൊടുക്കുമ്പോൾ ആനയൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ആന തിരിച്ചു പോകും. ഇനി ആന തിരിച്ചു പോയില്ല, ഇങ്ങോട്ട് വീണ്ടും വരുവാണ്. ചിലപ്പോൾ നമ്മളെക്കാൾ ബുദ്ധി വരും ആണെങ്കിൽ. അപ്പോൾ നമ്മൾ സൗണ്ട് ക്രിയേറ്റ് ചെയ്യും. സൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആനയെ തിരിച്ചോടിക്കും. അപ്പൊ അങ്ങോട്ട് വരരുത്, അവിടെ എന്തോ പ്രശ്നമാണ് എന്ന് ആനയ്ക്കും മൃഗങ്ങൾക്കും തോന്നി മനുഷ്യവാസങ്ങളിലേക്ക് വരാതിരിക്കാൻ. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ ഘടകങ്ങളിലേക്കും ഈ ഫ്യൂച്ചർ ടെക്നോളജീസ് എന്ന് പറയുന്ന ഈ സംഭവങ്ങൾ കടന്നു വരുന്ന ഒരു കാലത്താണ്. ഇത് മാത്രമല്ല, നിങ്ങൾ കഥകൾ വായിക്കണം, നോവലുകൾ വായിക്കണം, കവിതകൾ കേൾക്കണം, പുതിയ പുസ്തകങ്ങൾ വായിക്കണം. എല്ലാ വിഷയങ്ങളും പഠിക്കാനും വായിക്കാനും എല്ലാമുള്ള ശ്രമങ്ങൾ നടത്തണം. അതെല്ലാം ഇതിന്റെ പാർട്ടാണ്.